എല്ലാവരും ലെറ്റ് എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ? 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ 3 ഇയർ BSc കോഴ്സ് കഴിഞ്ഞവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ലെറ്റ്. സോ ഈ ലെറ്റ് എക്സാം കഴിഞ്ഞവർക്ക് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BSc കഴിഞ്ഞ സ്റ്റുഡൻസിന് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ 4 ഇയർ BTech 3 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 2nd ഇയർ BTechലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് ലെറ്റ് എക്സാമിൻ്റെ മിനിമം ക്രൈറ്റീരിയ? നിങ്ങൾ ലെറ്റ് എക്സാം ക്വാളിഫൈ ആയിരിക്കണം. ലെറ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ കൊണ്ട് BTech കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ വെറും ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി കയ്യിലില്ല. ഒരു ഡിഗ്രി കിട്ടണമെങ്കിൽ ശരിക്കും BTech കംപ്ലീറ്റ് ആവണം. അപ്പോൾ BTech കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്ക് ലെറ്റ് എക്സാമിനേഷൻ വഴി എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തുകൊണ്ട് BTechന് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് BTech അഡ്മിഷന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നിങ്ങൾക്കിപ്പോൾ ഒരു ഡിപ്ലോമ ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സിവിലാണോ, ഇലക്ട്രോണിക്സ് ആണോ, മെക്കാനിക്കൽ ആണോ, ഇലക്ട്രിക്കൽ ആണോ? ഏതെങ്കിലും ഒരു ഡിപ്ലോമ ബ്രാഞ്ച് ക്വാളിഫൈ ചെയ്തവരായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ, BSc കെമിസ്ട്രി ആണോ, BSc മാത്തമാറ്റിക്സ് ആണോ? ഏത് ഡിപ്ലോമ കോഴ്സും BSc കോഴ്സും കഴിഞ്ഞവർക്കും സ്വന്തം സ്ട്രീമിൽ BTech ചൂസ് ചെയ്യാം. അതായത് സിവിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് സിവിൽ BTech എടുക്കാം. അതുപോലെ തന്നെ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എനി സ്ട്രീമിൽ BTech എടുക്കാം. നിങ്ങൾക്ക് സെയിം സ്ട്രീമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് എന്താണ്? നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ച സബ്ജക്റ്റുകളുടെ ഒരു ഹയർ വേർഷൻ ആയിരിക്കും BTechൽ പഠിക്കുക. അപ്പോൾ നിങ്ങളെ അക്കാഡമിക്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് സെയിം സ്ട്രീം എടുക്കുന്നതുകൊണ്ടുണ്ട്. ഡിഫറൻറ്റ് സ്ട്രീം ആണെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? നിങ്ങളിപ്പോൾ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസിലാണ് BTech എടുക്കുന്നതെങ്കിലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈഡ് ഉള്ള ആൾ BTech എടുക്കുന്ന ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. 2 സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ വന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2 ക്വാളിഫിക്കേഷൻ വന്നതുകൊണ്ട് 2 എക്സാംസും എഴുതാം. നിങ്ങളുടെ ഡിപ്ലോമ സ്ട്രീമിൻ്റെ എക്സാമും BTech സ്ട്രീമിൻ്റെയും എക്സാംസ് എഴുതാം. എന്താണ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരള PSC തൊട്ട് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾക്ക് 2 സ്ട്രീമിൽ പെർഫോം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് BTechന് ജോയിൻ ചെയ്യാം. ഒരുപാട് BTech ബ്രാഞ്ചുകൾ ഏറനാട് നോളജ് സിറ്റി ടെക്നിക്കൽ ക്യാമ്പസിലുണ്ട്. നിങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് അറിയാം. താങ്ക് യു.